Hello friends, this is Shumi from Stock. So welcome back to my channel. So in the technology related video on AI അല്ലെങ്കിൽ artificial intelligence അതിനെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഇപ്പോൾ artificial intelligence ChatGPT മൈക്രോസോഫ്റ്റ് കൊളാബറേറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഗൂഗിളിന്റെ ഒരു സൈഡിൽ ഗൂഗിൾ ബാർഡ് അവിടെ റൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിന്റെ ബീറ്റ വേർഷൻ ആണ്. അത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഉടനടി ലോഞ്ച് ചെയ്യുന്നത്. ഇപ്പോഴും ചില രാജ്യങ്ങൾക്ക് അതിലോട്ട് ആക്സസ് ഉണ്ട്. ബീറ്റ വേർഷൻ എത്ര പേർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്, അതിന്റെ ക്രൈറ്റീരിയാസ് ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, സോ ഇപ്പോൾ AI വെബ്സൈറ്റ്സ് വന്നതിന് ശേഷം പല തരത്തിലും വന്നിട്ടുണ്ട്. ഇപ്പം മറ്റേ AI വെബ്സൈറ്റ്, ബട്ട് അതിനൊക്കെ എല്ലാവരും ഹെഡായിട്ട് നമുക്ക് ChatGPT തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ChatGPT നമുക്ക് ഉപയോഗിച്ചവർക്ക് അറിയാം എന്ത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടുന്നതാണ്. എക്സാമ്പിൾ ഇതിന്റെ മുന്നേ നമ്മൾ ഗൂഗിളിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ കിട്ടിയിരുന്നത് പല പല വെബ്സൈറ്റിന്റെ ലിങ്ക്സ് മാത്രമായിരുന്നു നമുക്ക് ഗൂഗിൾ സെർച്ചിൽ നമുക്ക് കിട്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ChatGPT വന്നതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലഭിക്കുന്നത് അതിന്റെ എക്സാക്ട് ആൻസർ. നമുക്ക് എന്താണ് വേണ്ടത്, ആ ഒരു ആൻസറാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. സോ ഇതാണ് ChatGPTയും പിന്നെ ഗൂഗിൾ സെർച്ചും തമ്മിലുള്ള വ്യത്യാസം. ഗൂഗിളിന്റെ AI അവിടെ വേറെ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ കഴിഞ്ഞാൽ അവർ ChatGPTന്റെ ഒപ്പം കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരെന്തായാലും അതിനനുസരിച്ചിട്ടുള്ള ഒരു വേർഷൻ തന്നെ അവരവിടെ ഇറക്കുന്നതാണ്. ഇപ്പോൾ ഒരു കോഡിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കോഡിംഗ് ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് പഠിച്ചുകൊണ്ട് ആവശ്യമില്ല. എത്രയോ സമയം അവനക്ക് ഇനി സേവ് ചെയ്യാം. ബട്ട് എല്ലാ പ്രോഗ്രാമിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ChatGPT എക്സാമ്പിൾ ChatGPTയുടെ ആ ഒരു കേസിലോട്ട് വരാം. ഇനി മുതൽ നിങ്ങൾ പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ എന്താണ് ഫംഗ്ഷൻ, ഏത് പ്ലാറ്റ്ഫോമിലാണ് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ChatGPTയിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ കണ്ടന്റ് സെർച്ചിങ് അതിനായിരിക്കും ഇനിയുള്ള ലോകത്ത് ഏറ്റവും കൂടുതൽ സാധ്യത. നിങ്ങൾ ഓഫീസിൽ ഏതൊരു ഫീൽഡിലും വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കണം, നിങ്ങൾക്കൊരു ആർട്ടിക്കിൾ തയ്യാറാക്കണം, നിങ്ങൾക്ക് ഒരു ലെറ്റർ തയ്യാറാക്കണം, അങ്ങനെ എന്തുണ്ടെങ്കിലും നിങ്ങൾ ChatGPTയോട് പറഞ്ഞാൽ മതി, നിങ്ങൾക്കത് ലെറ്റർ നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. എത്ര പേര് അപ്പോൾ നിങ്ങൾ എങ്ങനെയൊക്കെ സെർച്ച് ചെയ്താലാണ് എങ്ങനെയൊക്കെയുള്ള ആൻസേഴ്സ് ആണ് കിട്ടുക എന്നതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഐഡിയ അത് ഉപയോഗിച്ചവർക്ക് അറിയുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് സെർച്ച് ചെയ്യേണ്ടത്, അതാണ് കണ്ടന്റ് സെർച്ചിങ് സ്കിൽ. ഓക്കെ, സാധാ ഗൂഗിൾ സെർച്ചിൽ ഇതിന് മുന്നേ സെർച്ച് ചെയ്ത പോലെയല്ല. ഇനി നിങ്ങൾ എങ്ങനെ ChatGPTയോട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, ആ കമ്മ്യൂണിക്കേറ്റിംഗ് ലാംഗ്വേജ് ആയിരിക്കും ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ വരും തലമുറ പഠിക്കേണ്ടത്. അത് മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾക്ക് ഏത് മേഖലയിലും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കും. നിങ്ങൾക്ക് ഏത് മേഖലയിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ കണ്ടന്റ് സെർച്ചിങ് സ്കിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നിടത്തോളം നിങ്ങൾക്ക് ഇനിയുള്ള കോമ്പറ്റേറ്റീവ് വേൾഡിൽ നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിയും. സോ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ സീ യു ഇൻ അനദർ വീഡിയോ വിത്ത് ഡിഫറെന്റ് സബ്ജക്ട്. സോ ഐ എം Shumi signing off.